ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയുടെ റെസിപ്പി നോക്കാം. ഈ ചെറുപയർ കറി നമുക്ക് പുട്ടിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്ക് ചെറുപയർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു കുക്കർ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണ്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ച് വെച്ചതും 4 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴച്ചെടുക്കാം. സ്മെല്ലെല്ലാം ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. ഞാനിതിൽ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറുപയറിലേക്കും കൂടെ പിടിക്കാനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 വിസിൽ വരുത്തി നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വരുത്തി തുറന്ന് നോക്കിയപ്പോഴേക്കും ചെറുപയറെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച് ചെറുപയർ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. തിരക്കുള്ള സമയങ്ങളിൽ ഇതുപോലെ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയായി കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടി വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും വെളിച്ചെണ്ണയുടെ ഫ്ലേവറെല്ലാം കറിയിൽ നന്നായി തന്നെ പിടിച്ചു വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ചെറുപയർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തിരക്കുള്ള സമയങ്ങളിലെല്ലാം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.